അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഉറുദുവിൽ നാം ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. ജാൻ പഹ്ചാനിലെ ഉറുദു ആൽഫബറ്റ്സ് ഓരോ അക്ഷരങ്ങളായി നമ്മളിങ്ങനെ പഠിച്ചു വരികയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന അക്ഷരങ്ങൾ ജീം, ചെ, ഹെ, ഹെ എന്നീ അക്ഷരങ്ങളാണ്. ശ്രദ്ധിക്കുക, ജീം വായിക്കുന്നത് ശ്രദ്ധിക്കുക. ജീം, ചെ, ഹെ, ഹെ. ജീം, ചെ, ഹെ, ഹെ. ഈ അക്ഷരങ്ങളെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങൾ നോക്കുക. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ ചിത്രങ്ങളെ നോക്കാം. ഫസ്റ്റ് അക്ഷരം നമ്മൾ പഠിക്കുന്നത് ജീം എന്നാണ്. ജീം വെച്ച് അവിടെ എന്ത് ചിത്രമാണ് തന്നിരിക്കുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. ഒരു ഷൂവിൻ്റെ ചിത്രമാണല്ലേ. ഷൂവിന് ഉറുദുവിൽ എന്താ പറയുക? ജോത്ത എന്നാണ് പറയുക. ഷൂവിന് ഉറുദുവിൽ ജോത്ത എന്നാണ് പറയുക. വായിക്കുന്നത് ശ്രദ്ധിക്കുക. ജോത്ത എന്നാണ് പറയുക. അപ്പോൾ ജീം വെച്ച് നമ്മൾ ഒരു പദം പഠിച്ചു, ജോത്ത. രണ്ടാമത്തെ പദം നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ പദം എന്താണ്? ഒരു എയറോപ്ലെയിനാണ്. എയറോപ്ലെയിൻ, വിമാനം. എയറോപ്ലെയിനിന് എന്താണ് ഉറുദുവിൽ പറയുന്നറിയോ? ജഹാസ് എന്നാണ് പറയുക. ജീം, ജോത്ത, അതുപോലെ ജഹാസ്. ജഹാസ്, എയറോപ്ലെയിനിന് ജഹാസ് എന്നാണ് പറയുക. അപ്പോൾ രണ്ട് പദങ്ങൾ ജീം വെച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെ വെച്ചാണ്. ചെ വെച്ച് രണ്ട് പദങ്ങൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് കാണുന്ന ചിത്രം എന്താണ്? ഒരു ചർക്കയുടെ ചിത്രമാണല്ലേ. സ്പിന്നിങ് വീൽ, നൂൽനൂൽപ്പ് യന്ത്രം. പണ്ട് നമ്മുടെ ഗാന്ധിജിയൊക്കെ വസ്ത്രം തയ്ച്ചിരുന്നത്, തുന്നിയിരുന്നത് ഈ ചർക്ക ഉപയോഗിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് തന്നെയാണ് ചർക്ക. ചർക്കക്ക് ഉറുദുവിൽ ചർഖ എന്നാണ് പറയുക. ചർഖ. അപ്പോൾ ചേസെ ചർഖ. ചെ എന്ന അക്ഷരം കൊണ്ട് ഒരു പുതിയ പദം, ചർഖ. ചർഖ. പദങ്ങൾ ഓരോന്നും ഡെയിലി ക്ലാസ്സിലെടുക്കുന്ന പദങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോവുക. മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റി വെക്കരുത്. അടുത്ത ചിത്രം എന്താണ്? ഒരു സ്പൂണിൻ്റെ ചിത്രമാണല്ലേ. സ്പൂണിന് ഉറുദുവിൽ ചമ്മച്ച് എന്നാണ് പറയുക. ചമ്മച്ച്. പഠിച്ചു വെക്കുക. അടുത്ത് നമ്മൾ ഹേ കൊണ്ടുള്ള പദങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഹേ കൊണ്ട് അവിടെ എന്താണ് കാണുന്നത്? ഒരു ടാങ്കിൻ്റെ ചിത്രമാണല്ലേ. ടാങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ടാങ്കിന് ഉറുദുവിൽ ഹോൽ എന്നാണ് പറയുക. ഹോസ്. ഈ അറബിയിലെ ലോദിന് ഉറുദുവിലേക്ക് വരുമ്പോൾ ഒരു സെറ്റിൻ്റെ സ്വരമായിരിക്കും. ഇംഗ്ലീഷിലെ സെറ്റില്ലേ, ആ ഒരു സ്വരമായിരിക്കും. ഹോസ്. അറബിയിൽ ഇതിന് ഹൗദ് എന്ന് പറയും. നമ്മൾ സാധാ ഉളു എടുക്കുന്ന ഹൗദ്. പക്ഷെ ഉറുദുവിൽ അതിന് ഹോസ് എന്നാണ് പറയുക. പിന്നെന്താണ് കാണുന്നത്? ഒരു പലഹാരങ്ങൾ വിൽക്കുന്ന ഒരാളല്ലേ, അല്ലെങ്കിൽ സ്വീറ്റ്സ് വിൽക്കുന്ന ഒരാൾ. അയാൾക്ക് എന്താണ് ഉറുദുവിൽ പറയുക? പലഹാര കച്ചവടക്കാരന് ഹൽവായി എന്നാണ് പറയുക കേട്ടോ. ഹേ കൊണ്ടുള്ള ഒരു പദം ഹൽവായി. മറക്കരുത്, ഹൽവായി എന്ന് പറഞ്ഞാൽ പലഹാര കച്ചവടക്കാരൻ. നമ്മൾ പുതിയ അക്ഷരം പഠിക്കുന്നു. ഏതാണ് പഠിക്കുന്നത്? ഹേ കൊണ്ടുള്ളൊരു പദം ഏതാണ്? അവിടെ ഒരു മത്തങ്ങൻ്റെ ചിത്രമാണല്ലേ. മത്തങ്ങ. നിങ്ങളവിടെ മത്തങ്ങ എന്ന് തന്നെയല്ലേ പറയുക? മത്തൻ. അതിനെന്താണ് പറയുക? ഖർബൂസ എന്നാണ് പറയുക. ഖർബൂസ എന്ന് പറഞ്ഞാൽ മത്തൻ. ഇംഗ്ലീഷിൽ മെലോൺ എന്ന് പറയും അല്ലേ. നമ്മൾ കുറച്ച് മുമ്പ് തണ്ണിമത്തന് പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? തണ്ണിമത്തൻ, തൊർബൂസ, ഓർമ്മയുണ്ടോ? മറക്കരുത്. അതുപോലെ മത്തൻ എന്താണ് പറയുക? ഹേ വെച്ച് ഖർബൂസ എന്നാണ് പറയുക. ഖർബൂസ. അടുത്ത ചിത്രം ഏതാണ്? ഒരു മുയലിൻ്റെ ചിത്രമാണ്. മുയലിന് എന്താണ് ഉറുദുവിൽ പറയുക? ഹേ കൊണ്ടുള്ളൊരു പദമാണ് ഹർഗൂഷ്. എന്താണ് പറയുക? ഹർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ. ഓക്കെ, ഇത്ര പദങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്?
ഒന്നും കൂടി വരാം. ജീം, ചേ, ഹേ, ഹേ എന്നീ പദങ്ങളാണ് പഠിച്ചത്. നമ്മൾ ജീം വെച്ച് ജോത്ത പഠിച്ചു, അതുപോലെ ജീം വെച്ച് ജഹാസ് പഠിച്ചു, പിന്നെ ചേ വെച്ച് ചർഹ പഠിച്ചു, ചേ വെച്ച് ചമ്മച്ച് പഠിച്ചു, പിന്നെ ഹേ വെച്ച് ഹോസ് പഠിച്ചു, ഹൽവായി എന്ന് പഠിച്ചു പലഹാര കച്ചവടക്കാരന്. പിന്നെയോ ഹേ വെച്ച് ഖർബൂസ എന്നും മുയലിന് ഖർഗോഷ് എന്നും പഠിച്ചു. ഇനി നമുക്ക് ഇതിലെ വായിക്കുന്ന സെക്ഷനിലേക്ക് കടക്കാം. എൻ്റെ കൂടെ വായിച്ചോളൂ കേട്ടോ, ഞാൻ വായിക്കാം, അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വായിക്കാം. ജാ, ജാൻ, ജാപ്പാൻ, ജീപ്പ്, ജീത്ത്, ജീബ്, ജൈറ്റ്, ചാട്ട്, ചാബി, ചപ്പാത്തി, ചീൻ, ചീനി, ചൈൻ, ഹാജി, ഹന്ന, ഹയാത്ത്, ഖാൻ, ബാജ, ബാജി, ബാജെ, ആജ്, താജ്, നാച്ച്, ബീച്ച്, പിന്നെന്താ ബീച്ച്, പീച്ച്. അത് നിങ്ങൾ വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കി. നാന ആന, ബാബ ജാന, നാനാജാൻ, ജാപ്പാൻ ജാന, ബാബാജാൻ, ചീൻ ആന, ഖാൻ ചീൻ ജാന. അതൊക്കെ വായിക്കട്ടോ, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇനി നമ്മുടെ മഷ്കിലേക്ക്, ഉറുദുവിലെ മഷ്കിലേക്ക് കടക്കുകയാണ്. ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. മഷ്ക് എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ്. ഉൻ ഹുറൂഫുക്കോ ലിഗുവായെ തന്നിട്ടുള്ള ഹർഫുകളെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആ അക്ഷരങ്ങളെ ജീം, ചേ, ഹേ, ഹേ അവിടെ കോപ്പിയായി എഴുതി കൊടുക്കുക. പിന്നെ ഉൻ ലഫ്ലോങ്കോ ലിഗുവായെ ഈ ലഫ്ലുകളെ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? താജ്, ജീപ്പ്, ചാബി, നാച്ച്, ഹാജി അത് ഇവിടെ കോപ്പിയായി എഴുതി കൊടുക്കുക. നുക്തോം കി മദദ്സെ ലഫ്ലു ബൻവായെ. നുക്തോം എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളികളുടെ മദദ്സെ സഹായത്തോടെ വാക്കുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. പുള്ളികളുടെ സഹായത്തോടെ വാക്കുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഓരോ പുള്ളിട്ട് കൊടുത്താൽ എന്താവും? ഓരോ വാക്കുകളാവും. ഇപ്പോൾ ജാൻ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ബായിന് പുള്ളിയിട്ടെടുത്തു, ജീമിന് പുള്ളിയിട്ടെടുത്തു, അപ്പോൾ ബാജ് അങ്ങനെ പുള്ളിയിട്ടെടുത്ത് എന്ത് ചെയ്യുക? വാക്കുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നീച്ചെ ദിയ ഹുറൂഫുക്കോ മിലാക്കർ ലഫ്ദ് ബൻവായ. അടുത്തൊരു പ്രവർത്തനം, നീച്ചെ ദിയ ഹുറൂഫുക്കോ മിലാക്കർ താഴെ തന്നിട്ടുള്ള ഹർഫുകളെ കൂട്ടിയിട്ട് ലഫ്ദ് ബൻവായെ ലഫ്ദ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ അക്ഷരങ്ങളെ വേർപിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തൊരു പദം ഉണ്ടാക്കണം. ജീമ്, എ, പേ ഇത് കൂട്ടിച്ചേർത്ത് നമുക്ക് എന്തുണ്ടാക്കാം? ജീപ്പ് എന്നുള്ളൊരു പദം ഉണ്ടാക്കാം. അപ്പോൾ അവിടെ ജീപ്പ് എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ പേ, ബെഡിയെ, ചേ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പേച്ച് എന്നുള്ള ഒരു പദം ഉണ്ടാക്കാം. അതവിടെ എഴുതാം. അപ്പോൾ ആ പിരിച്ചെഴുതിയതിനെ ചേർത്ത് എഴുതട്ടോ, അതാണ് അവിടെ ചെയ്യേണ്ടത്. പിന്നെ നീച്ചെ ദിയ ഹുയെ ലഫ്ലോംകോ ഹുറൂഫ് അലഗ് ലിഖുവായെ താഴെ തന്നിട്ടുള്ള ലഫ്ലുകളെ വേർപിരിച്ച് എഴുതാനാണ് പറയുന്നത്. മേലത്തെ പ്രവർത്തനത്തിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ പിരിച്ചെഴുതണം. ഇവിടെ ചാട്ട് എന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ കളിയിൽ ചേ എന്ന് എഴുതുക, പിന്നത്തെ കളിയിൽ അലിഫ് എഴുതുക, പിന്നത്തെ കളിയിൽ ടേ എന്ന് എഴുതുക, അത് പിരിച്ചെഴുതുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ പാഠവും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.